ഭുവനേശ്വരി അമ്മയെ നമസ്കരിച്ചുകൊണ്ട് പ്രാചീന ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് തുടരാം. ലോകത്തിനാദിയെ, പ്രപഞ്ചത്തിന് സ്വരൂപമേ, കാലത്തിൻ പാതയെ, സൃഷ്ടി സ്വരൂപമേ, എല്ലാം തന്നിലടക്കും പൂർണ്ണതയെ, ജ്ഞാനമേ സർവ്വജ്ഞാനമേ, സ്വരൂപമേ സർവസ്വരൂപമേ, പാതിയെ ശിവപാതിയെ, ശിവനിൽ പാതി സ്വരൂപമേ, അമ്മയെ ജഗത്തിനമ്മയെ നമുക്ക്. ശിവതനിമ അഥവാ ഒന്നുമില്ലായ്മ. പ്രപഞ്ച നിയമത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവും നിലനിൽക്കുന്നത് ശിവതനിമയിലാണ്. ശിവതനിമയെ നിർവചിക്കാൻ മനുഷ്യനാൽ കഴിയുകയില്ല. കാരണം ഒന്നുമില്ലായ്മ എന്നത് മനുഷ്യ അറിവിൽ കണ്ണുകളാൽ കാണുവാൻ കഴിയാത്തതിനെയാണ് ബുദ്ധിക്ക് വരികയുള്ളൂ. എന്നാൽ കണ്ണുകളാൽ കാണുവാൻ കഴിയാത്തിടത്തും കണികകൾ അഥവാ ആറ്റം നിലനിൽക്കുന്നു. എന്നാൽ ശിവതനിമ എന്നത് ഒന്നും നിലനിൽക്കാത്ത, എന്നാൽ എല്ലാം ആരംഭിച്ചതും ഈ ശിവതനിമയിൽ നിന്നുമാണ്. ശിവതനിമ ഒരു ഗുണവും കാണിക്കാതെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തനിമയായി നിൽക്കുന്നു. നാം അറിയുന്ന ഈ പ്രപഞ്ചം എന്നത് 100-ൽ വെറും 1% മാത്രമാണ്. ഈ 1% നമ്മുടെ അറിവും ബുദ്ധിയും ഒതുങ്ങുന്നു. കാരണം നാം കാണുന്നതും അറിയുന്നതും എല്ലാം ഈ 1% മാത്രമാണ്. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഗാലക്സികളും എല്ലാം ഈ 1% പെടുന്നു. എന്നാൽ ശിവതനിമയിലെല്ലാം ഉൾക്കൊള്ളുന്നു. 100% എന്നത് വ്യത്യസ്തകളുടെ ഒരു കൂട്ടമാണ്. എല്ലാം ശിവതനിമയിൽ അടങ്ങുന്നു. ഈ ശിവതനിമയിൽ എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കപ്പെടാം. കാരണം ഈ തനിമ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഒരു മാറ്റവും സംഭവിക്കാതെ എന്നും ഒരുപോലെ നിലനിൽക്കുന്നു. ശിവതനിമയ്ക്ക് ആദിയും അന്തവും ഇല്ല. ഇത് എപ്പോഴും നിലനിൽക്കുന്നു. ഈ തനിമയെ നശിപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഈ ശിവതനിമയിൽ നിന്നും ദേവി ഉണ്ടാകുകയും ഈ എല്ലാവിധ സൃഷ്ടികളുടെ ആരംഭം ഈ ദേവിയിൽ നിന്നുമാണ്. ദേവി അഥവാ പ്രോട്ടോൺ. എല്ലാ സൃഷ്ടികളുടെ ആരംഭം ദേവിയിൽ നിന്നുമാണ്. നിത്യമായ ഒന്നുമില്ലായ്മയിലുണ്ടായ ആദ്യ ഗുണമാണ് ദേവി. ദേവി എന്ന് പറയുവാനുള്ള കാരണം ഇന്ന് പ്രപഞ്ചത്തിലും എല്ലായിടങ്ങളിലും നാം കാണുന്നതും അറിയുന്നതും ഉണരുന്നതും എല്ലാം ദേവിയെയാണ്. എന്നാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരം പദാർത്ഥങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ളവയാണ്. എല്ലാ പദാർത്ഥങ്ങളും ദേവിയാൽ രൂപാന്തരപ്പെട്ടവയാണ്. എല്ലാം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയും ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം ദേവിയുടെ ഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. നന്മയും തിന്മയും ദേവിയിൽ നിന്ന് നിലകൊള്ളുന്നു. ദേവിയാണ് എല്ലാത്തിൻ്റെയും മാതാവായി നിൽക്കുന്നത്. ഒരു മനുഷ്യൻ 3 ഗുണങ്ങളാൽ നിലനിൽക്കുന്നു. നാം കാണുന്ന ശരീരവും മാംസവും അസ്ഥിയും ഞരമ്പും എല്ലാം പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയാണ്. ഈ പദാർത്ഥങ്ങളെല്ലാം ദേവിയിൽ നിലനിൽക്കുന്നു. ദേവിയാൽ ശരീരം നിലനിൽക്കുന്നു. എന്നാൽ ശരീരത്തിൽ എനർജിയും നാം എന്ന് വിളിക്കുന്ന തനിമയും നിലനിൽക്കുന്നു. നാം എന്ന് വിളിക്കുന്ന തനിമ നാം ആകുന്നത് ശരീരം നേടുന്ന അറിവിലൂടെയാണ്. നാം ശിവതനിമയുടെ പ്രതീകമാണ്. എല്ലാ സൃഷ്ടികളുടെയും സന്തുലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും ആദ്യത്തെ ഒരു പദാർത്ഥമുണ്ടായി. അതിൽ നിന്നുമാണ് എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പദാർത്ഥം എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ആരംഭം. ആ ആരംഭത്തിൽ നിന്നും ആണ് എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്.